നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ UDF ചരിത്ര വിജയം കരസ്ഥമാക്കിയപ്പോൾ CPIM-ന് സ്വന്തമായി MLA ഇല്ലാതാകുന്നത് ചരിത്രത്തിൽ ആദ്യം. ജില്ല രൂപീകൃതമായതിനു ശേഷം ഇത് ആദ്യമായാണ് പാർട്ടിക്ക് ഇത്രയും വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നത്. കാസർഗോഡ് ജില്ലയിൽ വിവിധയിടങ്ങളിൽ UDF വിജയാഹ്ലാദത്തിനിടെ പലയിടത്തും സംഘർഷമുണ്ടായി. BJP-യുടെയും CPM-ന്റെയും പാർട്ടി ഓഫീസുകളും സ്ഥാപനങ്ങളും ആക്രമിച്ചതായാണ് പരാതി. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കുമ്പള യൂണിറ്റ് കമ്മിറ്റി കുമ്പളയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ ചരിത്ര വിജയം കുറിച്ച് റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിച്ച UDF സ്ഥാനാർത്ഥി AKM അഷ്റഫിന്റെ വിജയാഘോഷം ആവേശം നിറയ്ക്കുന്നതായി. മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച് ഉപ്പള വഴി തൂമിനാട് വരെ നീണ്ട വിജയയാത്രയിൽ നൂറുകണക്കിന് പ്രവർത്തകരും അനുഭാവികളും പങ്കെടുത്തു. ലക്ഷം ദീപം പ്രഭയിൽ തിളങ്ങി മടിയൻകൂലോം ക്ഷേത്ര പാലക ക്ഷേത്ര നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിനോടനുബന്ധിച്ച് നടത്തിയ ലക്ഷം ദീപം സമർപ്പണത്തിൽ പങ്കാളികളായി ആയിരങ്ങൾ. കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ സംസ്ഥാന യൂത്ത് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി ഇൻഡോർ സ്റ്റേഡിയത്തിലും ക്രൈസ്റ്റ് CMI പബ്ലിക് സ്കൂൾ സ്റ്റേഡിയത്തിലും നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിൽ UDF ചരിത്ര വിജയം കരസ്ഥമാക്കിയപ്പോൾ CPIM-ന് സ്വന്തമായി MLA ഇല്ലാതാകുന്നത് ചരിത്രത്തിൽ ആദ്യം. ജില്ല രൂപീകൃതമായതിനു ശേഷം ഇത് ആദ്യമായാണ് പാർട്ടിക്ക് ഇത്രയും വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നത്. കാസർഗോഡ് ജില്ലാ രൂപീകരണത്തിനു ശേഷം ആദ്യമായാണ് ഇവിടെ CPM-ന് ഒരു MLA പോലും ഇല്ലാതാകുന്നത്. കുത്തക മണ്ഡലങ്ങളെന്ന് കരുതിയിരുന്ന ഉദുമയും തൃക്കരിപ്പൂരും ഒരുമിച്ച് കൈവിട്ടത് CPM-ന് വലിയ ആഘാതമായി മാറി. കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന 1987 പോലും ഇളകാതെ കാത്ത മണ്ഡലമായിരുന്നു തൃക്കരിപ്പൂർ. കയ്യൂർ രക്തസാക്ഷികളുടെ സ്മരണ നിലനിൽക്കുന്ന തൃക്കരിപ്പൂർ പാർട്ടിയെ സംബന്ധിച്ച് ഏറെ വൈകാരിക ബന്ധമുള്ള മണ്ഡലം കൂടിയാണ്. ഉദുമയിൽ പിന്നോക്കം പോയാലും തൃക്കരിപ്പൂർ നിലനിർത്തുവാൻ കഴിയുമെന്നായിരുന്നു അവസാന നിമിഷം വരെയുള്ള പ്രതീക്ഷ. എന്നാൽ അപ്രതീക്ഷിതമായി 2 മണ്ഡലങ്ങളും നഷ്ടമായപ്പോൾ CPM-നത് കടുത്ത തിരിച്ചടി തന്നെയായി മാറി. ഉദുമയിൽ 2016 K സുധാകരൻ മത്സരിച്ചപ്പോൾ സിറ്റിംഗ് MLA K കുഞ്ഞിരാമന്റെ ജനകീയത ഒന്നുകൊണ്ട് മാത്രമാണ് പിടിച്ചു നിന്നത്. 2019-ലും 2024-ലും രാജ്മോഹൻ ഉണ്ണിത്താൻ ലീഡ് നൽകിയിട്ടും CPM നേതൃത്വം ഉദുമയിൽ കാര്യമായി ശ്രദ്ധിക്കാത്തതിന്റെ ഫലമാണ് ഇപ്പോഴത്തെ തോൽവിയെന്നാണ് വിലയിരുത്തൽ. 3 MLA-മാരും ഒരു MP-യുമായി ജില്ലയിൽ ഏറ്റവും വലിയ പാർട്ടിയായിരുന്നു ഒരു കാലത്ത് CPM. എന്നാൽ ആ അപ്രമാദിത്വം ഇന്ന് നഷ്ടമായിരിക്കുകയാണ്. മഞ്ചേശ്വരത്ത് കഴിഞ്ഞ തവണത്തേക്കാൾ 19,426 വോട്ടുകളാണ് കുറഞ്ഞത്. പോളിംഗ് കൂടിയിട്ടും ഉദുമയിൽ 4,601 തൃക്കരിപ്പൂരിൽ 4,695 വോട്ടുകളും ഇത്തവണ കുറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിലെ തകർപ്പൻ ജയത്തോടെ ആകെ വോട്ടുകളുടെ എണ്ണത്തിൽ ജില്ലയിൽ UDF LDF-നേക്കാൾ 1 ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് മുന്നിലെത്തി. ജില്ലയിലെ 5 മണ്ഡലങ്ങളിലായി UDF 3,99,967 വോട്ടുകൾ നേടിയപ്പോൾ LDF-ന് ലഭിച്ചത് 2,90,551 വോട്ടുകളാണ്. UDF അധികമായി നേടിയത് 1,09,416 വോട്ടുകളാണ്. 8,84,501 വോട്ടുകളാണ് ഇക്കുറി പോൾ ചെയ്തത്. കഴിഞ്ഞ തവണ 6,506 വോട്ടുകൾക്ക് LDF ആയിരുന്നു ജില്ലയിൽ മുന്നിൽ. 33 വർഷം മുൻപത്തെ വിജയത്തിനു ശേഷം ജില്ലയിൽ പാർട്ടിക്ക് ഒരൊറ്റ MLA പോലുമില്ലാത്തതിന്റെ നിരാശ തീർക്കുന്ന പ്രകടനമാണ് കാസർഗോഡ് ജില്ലയിൽ ഇത്തവണ കോൺഗ്രസ് കാഴ്ചവെച്ചത്. ഉദുമയിലും തൃക്കരിപ്പൂരും CPM-ന്റെ കുത്തക സീറ്റുകൾ പിടിച്ചെടുത്ത് കോൺഗ്രസ് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ കാഴ്ച. 1991 ശേഷം ജില്ലയിൽ ഒരൊറ്റ കോൺഗ്രസ് MLA പോലും ഉണ്ടായിട്ടില്ല. 1987 ഉദുമയിൽ KP കുഞ്ഞിക്കണ്ണനും കാഞ്ഞങ്ങാട്ട് N മനോഹരനുമാണ് ഒടുവിലത്തെ MLA-മാർ. 1991 തെരഞ്ഞെടുപ്പിൽ LDF ഈ മണ്ഡലങ്ങൾ പിടിച്ചെടുത്തു. അതിനുശേഷം മത്സരിച്ച് തോൽക്കുക എന്നതായിരുന്നു കോൺഗ്രസിന്റെ പതിവ്. വലിയ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥിരം തോൽക്കുന്നവർ എന്ന പഴിയും ഈ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് മാറ്റി. ഈ തെരഞ്ഞെടുപ്പിൽ UDF-ലെ പ്രധാന സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന്റെ മികവ് എടുത്തു പറയേണ്ടതാണ്.
മത്സരിച്ച രണ്ടിടത്തും വിജയം നേടുകയും ഉദുമയിലെയും തൃക്കരിപ്പൂരിലെയും UDF വിജയത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുവാനും മുസ്ലിം ലീഗിനായി. ഈ ആധിപത്യം UDF രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിന്റെ മേധാവിത്വം ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ വിവിധയിടങ്ങളിൽ UDF വിജയാഹ്ലാദത്തിനിടെ പലയിടത്തും സംഘർഷമുണ്ടായി. BJPയുടെയും CPMന്റെയും പാർട്ടി ഓഫീസുകളും സ്ഥാപനങ്ങളും ആക്രമിച്ചതായാണ് പരാതി. തൃക്കരിപ്പൂരിൽ തങ്കയം പാർട്ടി ഓഫീസ് ആക്രമിച്ച സംഭവത്തിൽ 13 യൂത്ത് ലീഗ് പ്രവർത്തകർക്കെതിരെ ചന്ദേര പോലീസ് കേസെടുത്തിട്ടുണ്ട്. രാവണീശ്വരത്ത് കളരിക്കാൽ ശ്രീ മുളവന്നൂർ ക്ഷേത്ര കുന്നത്ത് കടവ് പ്രാദേശിക കമ്മിറ്റി ഓഫീസും സമീപത്തുള്ള DYFI ഓഫീസും മുസ്ലിം ലീഗ് പ്രവർത്തകർ വിജയാഘോഷത്തിന്റെ മറവിൽ അടിച്ചു തകർത്തതായാണ് പരാതിയുള്ളത്. UDF ആഹ്ലാദ പ്രകടനം കടന്നുപോയപ്പോൾ ആദ്യം കുപ്പിയേറുണ്ടായതായും ആരോപണമുണ്ട്. പിന്നീട് പൂച്ചക്കാട് അംഗൻവാടിക്കടുത്ത് BJP പ്രവർത്തകർ ഇരിക്കുവാനായി നിർമ്മിച്ച ഈ ഷെഡ് തന്നെ അടിച്ചു തകർത്തതായും പരാതിയുണ്ട്. സംഘർഷാവസ്ഥ പരിഗണിച്ച് നിലവിൽ സ്ഥലത്ത് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കുമ്പള യൂണിറ്റ് കമ്മിറ്റി കുമ്പളയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ബിച്ചു ചുള്ളിക്കര ഉദ്ഘാടനം ചെയ്തു. സിലിണ്ടറിന്റെ അമിതവില വർധനവ് ഹോട്ടൽ ഭക്ഷണങ്ങൾക്ക് വില കൂട്ടേണ്ട സാഹചര്യമാണുള്ളതെന്നും കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ഹോട്ടലുകൾ അടച്ചിടുന്നതുൾപ്പെടെയുള്ള സമരപരിപാടികൾ ആവിഷ്കരിക്കുമെന്നും KHRA കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര പറഞ്ഞു. കുമ്പളയിൽ സംഘടിപ്പിച്ച പന്തം കൊളുത്തി പ്രകടന പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത് ഹോട്ടൽ മേഖലയിലെ വ്യാപാരികളാണ്. അവർ ഗ്യാസ് കിട്ടുന്നതിന് വേണ്ടി കിലോമീറ്ററുകളോളം വാടകയ്ക്ക് വണ്ടിയാക്കി ഓരോ ഗ്യാസ് ഏജൻസിയുടെ വാദത്തിൽ പോയി നിന്ന് ഓരോരുത്തരും കസ്റ്റമറായി മാറി ഗ്യാസ് നേടിയെടുത്തപ്പോൾ ആ വില കൊണ്ട തട്ടിപ്പ് വിഫലമായിരിക്കുകയാണ്. 1000 രൂപ ഒറ്റയടിക്ക് ഗ്യാസിന് വില കൂട്ടി എങ്ങനെയാണ് ഞങ്ങൾ ഗ്യാസ് എടുക്കുന്നത്? എങ്ങനെയാണ് ഞങ്ങൾ വ്യാപാരം നടത്തുന്നത്? ഒരു ഹോട്ടലിനെ സംബന്ധിച്ച് ഒരു കുടുംബം മാത്രമല്ല, അവിടെയുള്ള 10-25 കുടുംബങ്ങളും ഈ ഒരു ഹോട്ടലിനെ ആശ്രയിച്ചാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഞങ്ങൾക്ക് നീതി നേടണം, ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ച ഗ്യാസിന്റെ വില കുറയ്ക്കണം. സംസ്ഥാന വ്യാപകമായി മെയ് 6-ന് 24 മണിക്കൂർ കടയടച്ചുകൊണ്ടുള്ള ഒരു സമര പരിപാടിയാണ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ട കുമ്പളം നിവാസികളെ, നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം. അന്നം വിളമ്പുന്ന നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം തരാതിരിക്കുമ്പോൾ അതിൻ്റെതായ വിഷമമുണ്ട്. കാരണം നിങ്ങൾക്ക് അന്നം വിളമ്പുമ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് അന്നം വിളമ്പിത്തരുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ അന്നമാണ് നിന്ന് പോകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങളുടെ കടയിലെ തൊഴിലാളികളുടെ കുടുംബത്തിലെ അന്നമാണ് നിന്ന് പോകുന്നത്. അതുകൊണ്ട്
ഈ വൈകിയ വേളയില് ഇത്രയും ആളുകള് ഈ കുമ്പളയില് ഈ ടൗൺ സർക്കിളിന് മുമ്പില് സംഗമിച്ച് നിൽക്കണമെങ്കിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട്, എത്രത്തോളം ഗൗരവമുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഞായറാഴ്ചയായിട്ട് പോലും ഇത്രയേറെ ഹോട്ടൽ വ്യാപാരികള് ഇവിടെ തടിച്ചു കൂടിയെങ്കിൽ ഇതൊരു സൂചനയായിട്ട് നിങ്ങൾ കാണണം. ഈ സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ കേരളമാകെ സ്തംഭിപ്പിക്കാൻ കഴിവുള്ള ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ എന്ന് ജില്ലാ ട്രഷറർ ഗസാലി സംഘടനാ സന്ദേശം നൽകി. മെയ് 6-ന് കേരളത്തിലുള്ള എല്ലാ ഹോട്ടൽ, ബേക്കറി, തട്ടുകടകൾ അടഞ്ഞുകിടക്കുമെന്നും എല്ലാവരും സമരത്തിൽ പങ്കാളികളാകണമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. KHRA കുമ്പള യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ് സിദ്ദിഖ് മുബാറക്, സെക്രട്ടറി സവാദ് താജ്, ട്രഷറർ ചരൺ കുമാർ, ജോയിന്റ് സെക്രട്ടറിമാരായ അർഫാത്ത് ക്യൂബ, മുനീർ സ്റ്റാർ, ഉപദേശ സമിതി ചെയർമാൻ N. അബ്ദുള്ള താജ്, മമ്മു മുബാറക്, വെങ്കിടേശ്വര ഹബ്ബാർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വാണിജ്യ സിലിണ്ടറുകളുടെ വില കുത്തനെ കൂട്ടി ഹോട്ടൽ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങളെന്ന ആരോപണം. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. വാണിജ്യ സിലിണ്ടറുകളുടെ വില കുത്തനെ കൂട്ടി ഹോട്ടൽ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സിലിണ്ടർ ഒന്നിന് ഒറ്റയടിക്ക് 993 രൂപ വർദ്ധിപ്പിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് നഗരത്തിൽ നടന്ന മാർച്ചിൽ നിരവധി ഹോട്ടൽ ഉടമകളും തൊഴിലാളികളും അണിനിരന്നു. അശാസ്ത്രീയമായ ഈ വിലവർദ്ധനവ് പിൻവലിക്കുക, ഹോട്ടൽ മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ സബ്സിഡികൾ അനുവദിക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ. 6-ാം തീയതി സംസ്ഥാന വ്യാപകമായി ഹോട്ടൽ ഉടമകൾ അടച്ചിട്ട് പണിമുടക്കാൻ KHRA സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇതിനു മുന്നോടിയായാണ് യൂണിറ്റ് തലത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ എല്ലാം ഞങ്ങളുടെ ഹൃദയത്തിന് ഉള്ളിലേറ്റ ഒരു ആഘാതമായിരുന്നു ഈ 993 രൂപ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി 3200 രൂപയോളം ഒരു ഗ്യാസിന് വില വർദ്ധിപ്പിച്ച സർക്കാർ ബഹുമതി കേന്ദ്ര സർക്കാർ ലഭിച്ചിരിക്കുകയാണ്. ഇതിൽ നിങ്ങൾ അഭിമാനിക്കേണ്ട. ഞങ്ങൾ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹോട്ടലുകാർ ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് അവരെ കുടുംബങ്ങളെ തീറ്റിപ്പോറ്റി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഹോട്ടൽ അസോസിയേഷൻ. ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കണം, ഞങ്ങളുടെ കുടുംബത്തിനും പിടിച്ചു നിൽക്കണം. അതിനൊരു അവസരം ഉണ്ടാക്കി തന്നില്ലെങ്കിൽ ഈ ഒരു സൂചനാ പണിമുടക്ക് സമരം 6-ാം തീയതി നടത്തുന്ന ഒരു സൂചനയെ മാത്രമായി നിങ്ങൾ കാണണം. ഞങ്ങളൊന്ന് ഒരുമിച്ചിറങ്ങിയാൽ കേരളം നിശ്ചലമായി പോകും. 6-ാം തീയതി 24 മണിക്കൂർ നേരം കേരളത്തിലെ ഓരോ ഹോട്ടലുകളും പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടല്ല ഞങ്ങൾ ഹോട്ടൽ യൂണിറ്റ് സെക്രട്ടറി M. ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു. C. ശിശുപാൽ, ഗുട്ടപ്പണ്ണ, രാജേന്ദ്ര പൈ, ഹരി ചൈത്രം, അലി ബിസ്മില്ല, ഗോപികൃഷ്ണൻ, സുധീഷ് സൂര്യ, സിദ്ദീഖ് മലബാർ, അബ്ദുള്ള എലൈറ്റ്, നദീഷ് ഒറിയാനോ, N. ചന്ദ്രൻ, OT കരീം എന്നിവർ സംസാരിച്ചു. ഹമീദ് കൂളിയങ്കാൽ നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ ചരിത്ര വിജയം കുറിച്ച് റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിച്ച UDF സ്ഥാനാർത്ഥി AKM അഷ്റഫിന്റെ വിജയാഘോഷം ആവേശം നിറയ്ക്കുന്നതായി. മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച് ഉപ്പള വഴി തുമിനാട് വരെ നീണ്ട വിജയയാത്രയിൽ 100 കണക്കിന് പ്രവർത്തകരും അനുഭാവികളും പങ്കെടുത്തു. മഞ്ചേശ്വരത്തിന്റെ മണ്ണിൽ BJPക്ക് സ്ഥാനമില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് UDF പ്രവർത്തകർ പറഞ്ഞു. കഠിനാധ്വാനത്തിലൂടെയും ജനകീയ ഇടപെടലുകളിലൂടെയും നേടിയ ഈ ഉജ്ജ്വല വിജയം AKM അഷ്റഫിന് മന്ത്രിസ്ഥാനം അർഹതപ്പെട്ടതാണെന്ന ചർച്ചകൾക്കും വഴി തുറന്നിട്ടുണ്ട്.
വാദ്യമേളങ്ങളുടെയും മുദ്രാവാക്യങ്ങളുടെയും അകമ്പടിയോടെ നടന്ന പ്രകടനത്തിൽ മധുരം വിതരണം ചെയ്താണ് പ്രവർത്തകർ വിജയം ആഘോഷിച്ചത്. ഇത് കേവലം ഒരു വ്യക്തിയുടെ വിജയമല്ല, മറിച്ച് മഞ്ചേശ്വരത്തെ ജനങ്ങൾ UDFൽ അർപ്പിച്ച സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും വിജയമാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കൾ അഭിപ്രായപ്പെട്ടു. UDFന്റെ മുതിർന്ന നേതാക്കളും ആയിരക്കണക്കിന് പൊതുജനങ്ങളും ആഘോഷ പരിപാടികളിൽ അണിനിരന്നു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഇടവേള. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേക്കുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകോൺ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഇന്റീരിയറുകളുടെ വിസ്മയം, ഗ്ലാസ് വർക്കുകളുടെ ചടുലത ആരെയും ചുവട് വയ്പ്പിക്കും. ഈ കിച്ചൺ ക്യാബിനറ്റുകൾ കുക്കിംഗ് ഒരനുഭവമാക്കും. ദ ഹാപ്പിയസ്റ്റ് ഫാമിലി. ബെഡ്റൂം ഇന്റീരിയർ, വാതിലുകൾ സുന്ദരമായ സ്വകാര്യതയാണ്. ഇതെല്ലാമാണ് വീടെന്ന സ്വപ്നം. ന്യൂ ഇന്ത്യൻ ഗ്ലാസ് ഏജൻസി. Glass, plywood, kitchen cabinet, wide range of interior products. The biggest interior accessory showroom at North Malabar. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. ലക്ഷം ദീപം പ്രഭയിൽ തിളങ്ങി മടിയൻകോലും. മടിയൻകോലും ക്ഷേത്രപാലക ക്ഷേത്ര നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിനോടനുബന്ധിച്ച് നടത്തിയ ലക്ഷം ദീപം സമർപ്പണത്തിൽ പങ്കാളികളായി ആയിരങ്ങൾ. ദാരുശില്പങ്ങളാലും കൊത്തുപണികളാലും ഐതിഹ്യ സമ്പന്നതയാലും പ്രസിദ്ധമായ ഉത്തര കേരളത്തിലെ അതിപുരാതന ക്ഷേത്രമായ ശ്രീ മടിയൻകോലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ ഏപ്രിൽ 17 മുതൽ 23 വരെ നടന്ന നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ലക്ഷം ദീപ സമർപ്പണം നടത്തി. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങളാണ് ലക്ഷം ദീപ സമർപ്പണത്തിൽ പങ്കാളികളായത്. ശ്രീകോവിലിൽ നിന്നും കൊളുത്തിയ ദീപത്തിൽ നിന്ന് തന്ത്രി ബ്രഹ്മശ്രീ ശ്രീധരൻ വാരിക്കാട്ട് നായർ ലക്ഷം ദീപ സമർപ്പണത്തിന്റെ ആദ്യ ദീപം കൊളുത്തി. ക്ഷേത്രം മേൽശാന്തി തെക്കില്ലത്ത് മാധവൻ നമ്പൂതിരി, വിവിധ ക്ഷേത്രങ്ങളിലെ ആചാരസ്ഥാനികർ, ട്രസ്റ്റി ചെയർമാൻ VM ജയദേവൻ, നവീകരണ കമ്മിറ്റി ഭാരവാഹികൾ, ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, മാതൃസമിതി അംഗങ്ങൾ, വിവിധ ക്ഷേത്രങ്ങളിലെ ഭാരവാഹികൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങ് നടന്നത്. തന്ത്രി കൊളുത്തിയ ദീപത്തിൽ നിന്നും മാതൃസമിതിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ 2000-ഓളം കോത്തിരികളിൽ ദീപം പകർന്നുകൊണ്ട് ലക്ഷം ദീപ സമർപ്പണത്തിനെത്തിയ ഭക്തജനങ്ങളിലേക്ക് എത്തിച്ചു. തുടർന്ന് മേലറയാൽ തറ, നാഗസ്ഥാനം, ക്ഷേത്ര നടവഴി, പടിഞ്ഞാറേ ഗോപുരം, പടിക്കെട്ട്, ക്ഷേത്ര തിരുമുറ്റം, ക്ഷേത്രപാലകൻ കളരാത്രിയമ്മ, മാഞ്ഞാളിയമ്മ, പെരട്ടൂർ ഭഗവതി എന്നിവയുടെ ശ്രീകോവിലുകളുടെ
കണ്ണിന് നയനചാരുത പകർന്നു. ക്ഷേത്രത്തിന് അകത്ത് തീർത്ത ഗണപതിയുടെ രൂപത്തിൽ തീർത്ത ദീപാലങ്കാരവും മറ്റ് വിവിധ രൂപങ്ങളും ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. ക്ഷേത്ര പരിസരത്ത് നിന്നും നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങൾ ലക്ഷംദീപ സമർപ്പണത്തിൽ പങ്കാളികളാകുന്നതിനും ദീപാലങ്കാരങ്ങളുടെ വിസ്മയചാരുത കൺകുളിർക്കെ കാണുന്നതിനും മടിയൻകൂലം ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ സംസ്ഥാന യൂത്ത് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി ഇൻഡോർ സ്റ്റേഡിയത്തിലും ക്രൈസ്റ്റ് CMI പബ്ലിക് സ്കൂൾ സ്റ്റേഡിയത്തിലും നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ സംസ്ഥാന യൂത്ത് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി ഇൻഡോർ സ്റ്റേഡിയത്തിലും ക്രൈസ്റ്റ് CMI പബ്ലിക് സ്കൂൾ സ്റ്റേഡിയത്തിലുമാണ് നടക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 14 ജില്ലാ ടീമുകളും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 12 ടീമുകളും മത്സരത്തിൽ പങ്കെടുക്കും. 6 വൈകുന്നേരം 6 മണിക്ക് കായിക മന്ത്രി EP ജയരാജൻ ഉദ്ഘാടനം നിർവഹിക്കും. സംഘാടക സമിതി ചെയർമാൻ VV രമേശൻ അധ്യക്ഷത വഹിക്കും. KBA സെക്രട്ടറി PC ആന്റണി റിപ്പോർട്ട് അവതരിപ്പിക്കും. ബാസ്കറ്റ്ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സെലക്ഷൻ കമ്മിറ്റി മുൻ ചെയർമാൻ PJ സണ്ണിയെ ചടങ്ങിൽ ആദരിക്കും. വൈസ് ചെയർപേഴ്സൺ ലതാ ബാലകൃഷ്ണൻ, വാർഡ് കൌൺസിലർ സൗമ്യ സുനിൽ, ഫാദർ ജോർജ് പുഞ്ചയിൽ, MP ജാഫർ, M സുമതി, മുഹമ്മദ് മുറിയനാവി, ഫൗസിയ ഷെരീഫ്, M വിജയൻ, TV മദനൻ, MS സുദീപ് ബോസ് എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിക്കും. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ അനിൽ ബംഗളം സ്വാഗതവും ഫിനാൻസ് കമ്മിറ്റി കൺവീനർ K സുനിൽ നന്ദിയും പറയും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ VV രമേശൻ, പ്രൊഫസർ P രഘുനാഥ്, PV ശ്രീനിവാസൻ, അനിൽ ബംഗളം, K സുനിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 6 പതിറ്റാണ്ട് കാലം CPM മാത്രം ജയിച്ചുവന്ന തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ അട്ടിമറി വിജയമാണ് UDFന്റെ കരുത്തനായ നേതാവ് സന്ദീപ് വാര്യർ നേടിയത്. വോട്ടെണ്ണലിന്റെ പല റൗണ്ടിലുമുണ്ടായ ആകാംക്ഷക്കൊടുവിലാണ് KPCC വക്താവ് കൂടിയായ സന്ദീപ് വാര്യർ 4431 വോട്ടിന്റെ ഭൂരിപക്ഷം സ്വന്തമാക്കിയത്. LDFന്റെ ഉറച്ചുകോട്ടകളിൽ ഒന്നായ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ നേടിയത് അട്ടിമറി വിജയം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും കയറിയിറങ്ങി ജനങ്ങളെ നേരിൽ കണ്ട സന്ദീപ് ഒടുവിൽ തൃക്കരിപ്പൂരിന്റെ ചരിത്രം മാറ്റിയെഴുതുകയായിരുന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ LDF സ്ഥാനാർത്ഥി VPP മുസ്തഫയാണ് സന്ദീപ് വാര്യരുടെ എതിർ സ്ഥാനാർത്ഥിയായി LDFൽ മത്സരിച്ചത്. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ രാവിലെ വോട്ടെണ്ണൽ ആരംഭിച്ചതു മുതൽ LDF UDF സ്ഥാനാർത്ഥികളുടെ ലീഡ് മാറി മറിയുകയും ചെയ്തു. ആദ്യം നീലേശ്വരം നഗരസഭയിലെ ബൂത്തുകളിൽ അടക്കമുള്ള റൗണ്ടുകളിലെ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ തന്നെ മണ്ഡലത്തിന്റെ മനസ്സ് UDFനൊപ്പമാണെന്ന് തെളിഞ്ഞിരുന്നു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സ്വീകരണ യോഗത്തിൽ നിയുക്ത MLA സന്ദീപ് വാര്യർ, UDFന്റെ തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായ AGC ബഷീർ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, P കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. UDF ഘടകകക്ഷികളുടെ ജില്ലാ, മണ്ഡലം, പഞ്ചായത്ത്, മുനിസിപ്പൽ തല നേതാക്കളും ജനപ്രതിനിധികളും ടൗണിലെ സ്വീകരണത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിൽ BJP കാഞ്ഞങ്ങാടും പാണത്തൂരിലും ആഹ്ലാദ പ്രകടനം നടത്തി. കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകൾ നേടിയതിലും ബംഗാൾ, പുതുച്ചേരി, ആസാം എന്നിവിടങ്ങളിൽ ഭരണം ലഭിച്ചതിലും ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് BJP പ്രവർത്തകർ കാഞ്ഞങ്ങാടും പാണത്തൂരിലും ആഹ്ലാദ പ്രകടനം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം A വേലായുധൻ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ M ബൽരാജ്, HR സുകന്യ, കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് M പ്രശാന്ത്, ജനറൽ സെക്രട്ടറി P പത്മനാഭൻ, വിജി ബാബു, സെക്രട്ടറിമാരായ M പ്രദീപൻ, CK വത്സലൻ, വൈശാഖ് മാവുകാൽ,
വൈസ് പ്രസിഡന്റ് ഗീത ബാബുരാജ്, HR ശ്രീധരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ N അശോക് കുമാർ, രവീന്ദ്രൻ മാവുങ്കാൽ, മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റുമാരായ ചന്ദ്രൻ കല്ലൂരാവി, കൃഷ്ണൻ അരയി, യുവമോർച്ച മണ്ഡലം അർജുൻ പള്ളോട്ട്, സെക്രട്ടറി അഭിലാഷ് അത്തിക്കോത്ത്, ജോൺ ഐമൺ തുടങ്ങി നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ കുടുംബസംഗമം പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ സംഘടിപ്പിച്ചു. പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ കുടുംബസംഗമം പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ സംഘടിപ്പിച്ചു. പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. കുടുംബസംഗമത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഈ സംഗമത്തിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോട് ആദ്യമായി നന്ദി പറയുകയാണ്. നിങ്ങളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് ഒരു പ്രസംഗം കേൾക്കാനല്ല എന്നെനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ, കുടുംബാംഗങ്ങളുടെ, കുടുംബിനികളുടെ, കലാകാരന്മാരുടെ കലകൾ കണ്ടാസ്വദിക്കാൻ, ഡാൻസും പാട്ടും കേട്ട് ആസ്വദിക്കാൻ. പ്രസിഡന്റ് CK ആസിഫ് അധ്യക്ഷത വഹിച്ചു. സിനിമ ആൻഡ് കാരിക്കേച്ചർ താരം ജയരാജ് വാര്യർ വിശിഷ്ടാതിഥിയായി. ജില്ലാ പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫ് മുഖ്യാതിഥിയായി. ചടങ്ങിൽ സോഷ്യൽ സെക്യൂരിറ്റി സ്കീം ധനസഹായ വിതരണവും വ്യാപാരി സുരക്ഷാ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് വിതരണവും ഫാമിലി മീറ്റിനോടനുബന്ധിച്ച് നടന്ന മത്സരാർത്ഥിക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു. KJ സജി, മാഹിൻ കോളിക്കര, ഹംസ പാലക്കി, P മഹേഷ്, ഷെരീഫ് കമ്മാടം, ശോഭന ബാലകൃഷ്ണൻ, KV സുരേഷ്, VK ഉണ്ണികൃഷ്ണൻ, മുഹമ്മദ് അഷ്റഫ്, രഞ്ജിത്ത് കൊളവയൽ, ശ്രീജ മോഹൻ, പ്രസന്ന ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി ഐശ്വര്യകുമാരൻ സ്വാഗതവും ആസിഫ് മെട്രോ നന്ദിയും പറഞ്ഞു. തുടർന്ന് വ്യാപാരികളും കുടുംബാംഗങ്ങളും വനിതാ വിങ്ങും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പനങ്കാവ് വയലിൽ തീപിടുത്തം, 5 തെങ്ങുകൾ കത്തിനശിച്ചു. അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീയണച്ചു. പനങ്കാവ് വയലിൽ പടർന്ന തീയിൽ 5 തെങ്ങുകൾ കത്തിനശിച്ചു. പനങ്കാവ് തൂക്കുപാലത്തിനടുത്തുള്ള വയലിലാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്കും വൈകിട്ടും 2 സമയങ്ങളിലായി തീ പടർന്നത്. ഉച്ചയ്ക്ക് പടർന്ന തീ നാട്ടുകാരും അഗ്നിരക്ഷാസേനയും എത്തി കെടുത്തി. വൈകിട്ടോടെ അതേ സ്ഥലത്ത് വീണ്ടും തീ പടരുകയായിരുന്നു. അഗ്നിരക്ഷാസേനയുടെ വാഹനമെത്തുന്നതിന് പണി നടക്കുന്ന റോഡ് തടസ്സമായപ്പോൾ നാട്ടുകാർ അതിൽ നിന്ന് വെള്ളം ശേഖരിച്ച് കൊണ്ടുപോയി തീയണച്ചു. നഗരസഭയുടെ കുടിവെള്ള വിതരണ വാഹനവും എത്തി അതിൽ നിന്നുള്ള വെള്ളവും കെടുത്താൻ ഉപയോഗിച്ചു. നഗരസഭാ ചെയർമാൻ VV രമേശൻ, കൗൺസിലർ N ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ തീ അണയ്ക്കാൻ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേള. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട് എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 0467220270. 7 lives. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡ്ഡിംഗ് ഫാസ്റ്റ്. വെഡ്ഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ.
ഇമ്മാനുവൽ സിൽക്സ് മെഗാമാൾ മെയിൻ റോഡ് കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. വാർത്തകൾ തുടരുന്നു. പ്രിയദർശിനി കലാകായിക സമിതി പുല്ലൂരും അഹല്യ ആശുപത്രി കാഞ്ഞങ്ങാടും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടന്നു. പുല്ലൂർ പെരിയ പഞ്ചായത്ത് മെമ്പർ VK നളിനി ഉദ്ഘാടനം ചെയ്തു. പ്രിയദർശിനി കലാകായിക സമിതി പുല്ലൂരും അഹല്യ ആശുപത്രി കാഞ്ഞങ്ങാടും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് പുല്ലൂർ പെരിയ പഞ്ചായത്ത് മെമ്പർ VK നളിനി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ കൂടുതലായി കാണുന്നത് 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായി കാണുന്നത്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും വ്യായാമം ചെയ്യുകയും ഭക്ഷണം നിയന്ത്രിക്കുകയും ചെയ്യണമെന്നാണ് ആദ്യമായി പറയാനുള്ളത്. ഒരു ദിവസവും നമ്മൾ രാവിലെ ഉറങ്ങി എണീച്ചപാട് എല്ലാവർക്കും ഒരു ചായ കുടിക്കുന്ന ഒരു പതിവുണ്ട്. ആ ചായ ഒഴിവാക്കിക്കൊണ്ട് 1 ഗ്ലാസോ 2 ഗ്ലാസോ ചൂടുവെള്ളം ആദ്യം കുടിക്കുക. അതിനുശേഷം മാത്രം ചായ കഴിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ രാത്രി ഭക്ഷണം ചോറായാലും ചപ്പാത്തി ആയാലും കുറച്ച് മാത്രം കഴിച്ചുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ ജീവിതം നല്ല ഒരു നിലയിൽ എത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അറിയിച്ചുകൊണ്ട് സമിതി പ്രസിഡന്റ് K വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. നേത്രരോഗ വിദഗ്ധ ഡോക്ടർ റോമി, VV ബാലകൃഷ്ണൻ, A ദാമോദരൻ മധുരമ്പാടി, K വേണുഗോപാലൻ, T തമ്പാൻ എന്നിവർ സംസാരിച്ചു. സമിതി സെക്രട്ടറി MV ജ്യോതിരാജ് സ്വാഗതവും M ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഞാണിക്കടവ് അംഗൻവാടിയിൽ നിന്നും 42 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിനു ശേഷം വിരമിക്കുന്ന M ഇന്ദിര ടീച്ചർക്ക് അംഗൻവാടി പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും സംയുക്താഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M സുമതി ഉദ്ഘാടനം നിർവഹിച്ചു. ഞാണിക്കടവ് അംഗൻവാടിയിൽ നിന്നും 42 വർഷത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷം വിരമിക്കുന്ന M ഇന്ദിര ടീച്ചർക്ക് അംഗൻവാടി പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും സംയുക്താഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. വാർഡ് കൌൺസിലർ NK സീമയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M സുമതി ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു ദിവസവും സ്കൂളില്ലെങ്കിൽ കുട്ടികൾ വീട്ടിലുണ്ടാകുമ്പോൾ അമ്മമാർക്കറിയാം എത്രത്തോളം വിഷമമുള്ള കാര്യമാണ് എന്ന്. ആ സ്ഥാനത്താണ് ടീച്ചർ ഇതുപോലെ 10ഓ 20ഓ കുട്ടികളെ കൈകാര്യം ചെയ്ത് അവരുടെ ചിരിയും കരച്ചിലും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവരെ വൈകുന്നേരങ്ങളിൽ സുരക്ഷിതമായി രക്ഷിതാക്കളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു സേവനം മാത്രമാണ്. ഇത്രയും കാലയളവിൽ ഈ ടീച്ചർ ചെയ്ത സേവനത്തിന് എത്ര ആശംസിച്ചാലും മതിയാകില്ല. അതുകൊണ്ട് തന്നെ ടീച്ചറുടെ ഇനിയുള്ള ജീവിതത്തിൽ ആരോഗ്യപരവും നല്ല ജീവിതവും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. JK കൃഷ്ണൻ മാസ്റ്റർ ഭദ്രദീപം കൊളുത്തി. ICDS സൂപ്പർവൈസർ ഗൗരി ഷോൾ അണിയിച്ചു. ഹോസ്ദുർഗ് AEO സുരേന്ദ്രൻ മാസ്റ്റർ ഉപഹാര സമർപ്പണം നടത്തി. റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ രമേശൻ മുഖ്യപ്രഭാഷണം നടത്തി. ഫൗസിയ ഷെരീഫ്, P അബൂബക്കർ, K ചന്ദ്രൻ, ഞാണിക്കടവ്, T മനോഹരൻ, V സുകുമാരൻ, ജയചന്ദ്രൻ, N രാജീവൻ, ഷൈമ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ദിര ടീച്ചർ മറുമൊഴി ഭാഷണം നടത്തി. യോഗത്തിൽ വിനു K സ്വാഗതവും NK ബാബു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിക്കൈ ആലമ്പാടി AV കുഞ്ഞമ്പു സ്മാരക സ്പോർട്സ് ക്ലബ് 38ാം വാർഷികാഘോഷവും സൗജന്യ തിമിര രോഗ നിർണയ ക്യാമ്പും നടന്നു. മടിക്കൈ ആലമ്പാടി AV കുഞ്ഞമ്പു സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് 38ാം വാർഷികാഘോഷവും സൗജന്യ തിമിര രോഗ നിർണയ ക്യാമ്പും നടന്നു. ദ പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ, റോട്ടറി ക്ലബ് മിഡ് ടൗൺ പയ്യന്നൂർ, മടിക്കൈ ഗ്രാമപഞ്ചായത്ത്, AVS ആലമ്പാടി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് തിമിരമുക്ത മടിക്കൈ പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും തിമിര രോഗ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. AVS സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അതിന്റെ 38ാം വാർഷികത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ നാടിനകത്ത് ഒട്ടനവധി ഇതുപോലുള്ള കലാ സാംസ്കാരിക സംഘടനകളുടെ വാർഷികവും അതുപോലത്തെ മെഡിക്കൽ ക്യാമ്പുകളും നടന്നു വരികയാണ്. നമ്മുടെ നാടിനകത്ത് നമുക്ക് അറിയാം, പല ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമപ്പെട്ട് വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഇതുപോലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടിനകത്ത് ഒരു കാലത്ത് ദാരിദ്ര്യം
ഉണ്ടാകുമ്പോൾ രോഗം ഇത്രക്ക് ആൾക്കാരെ പിടിപെട്ടിട്ടില്ല. പക്ഷെ ദാരിദ്ര്യം കുറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ പല പുതിയ ശൈലിയിലേക്ക് നമ്മുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പുതിയ രോഗങ്ങൾ നമ്മളെ അതിഥിയായി നമ്മളെ ശരീരത്തിലേക്ക് കടന്നു വരുന്നത്. മടിക്കൈ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ തൃഷ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. KV ബാലൻ അധ്യക്ഷത വഹിച്ചു. ശിവചന്ദ്രൻ, രാമചന്ദ്രൻ കാരളി എന്നിവർ സംസാരിച്ചു. EV ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു. ജനാർദ്ദനൻ K നന്ദി അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. രാത്രി 8 മണിക്ക് നടന്ന സാംസ്കാരിക സമ്മേളനം CPM ജില്ലാ കമ്മിറ്റി അംഗം C പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക രംഗത്ത് ആളുകളെ വളർത്തിക്കൊണ്ടുവരാനും നാട്ടിൻപുറത്തുള്ള സാധാരണക്കാരായ ആളുകളെ കലാ സാംസ്കാരിക രംഗത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഒട്ടനവധി വൈവിധ്യമേറിയ പ്രവർത്തനങ്ങളാണ് AV കുഞ്ഞമ്പു സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അക്കാദമിക് രംഗത്ത് ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങ് കഴിഞ്ഞ പ്രാവശ്യം വരുന്നതാണ്. അതുപോലെ തന്നെ ഏത് മേഖലയിലാണോ അവർ കൈവച്ചത് ആ മേഖലയിലൊക്കെ തന്നെ മിന്നുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞു എന്ന് നമുക്കൊക്കെ തന്നെ കാണാൻ വേണ്ടി കഴിഞ്ഞു. ഇന്ന് രാവിലെ നടത്തിയ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ്, അതുപോലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായി നടത്തുകയും അതിന് മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തം കൂടി ഉറപ്പുവരുത്തുന്ന ഒരു സംഘടന എന്ന രീതിയിലാണ് സഖാവ് AV ക്ലബ്ബ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഡോക്ടർ P കൃഷ്ണദാസ് സാംസ്കാരിക പ്രഭാഷണം നടത്തി. O കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. M കുഞ്ഞമ്പു, KV ബാലൻ, EV കുഞ്ഞിരാമൻ, രാമചന്ദ്രൻ കാരളി എന്നിവർ സംസാരിച്ചു. K പ്രദീപ് സ്വാഗതവും KV രാജു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൊളവയൽ രാജരാജേശ്വരി ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. കൊളവയൽ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം മെയ് 4, 5, 6 തീയതികളിൽ വിപുലമായ പരിപാടികളോടെ നടക്കും. മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. കൊളവയൽ മൊട്ടമ്മൽ അയ്യപ്പ വചന മഠത്തിൽ നിന്നും ആരംഭിച്ച കലവറ ഘോഷയാത്രയിൽ ഫലമൂല്യ ധാന്യശേഖരങ്ങളുമായി വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ നിരവധി ആളുകൾ പങ്കെടുത്തു. തുടർന്ന് ക്ഷേത്രത്തിൽ കലവറ സമർപ്പണം നടന്നു. 6 മണിക്ക് നാരായണ ഭട്ടത്തിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ സർവേശ്വര വിളക്കുപൂജ നടന്നു. ഓം ശിവ അധ്യക്ഷായേ നമഃ. അടുത്തത് നമ്മുടെ കടമകൾ, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എല്ലാവരും ചെയ്യേണ്ടതാ. കടമകൾ നമ്മൾ ചെയ്യേണ്ടത് പഠിക്കുക. ഓം ശിവ ശിവ കൈകര്യകാരിണേ നമഃ. ഓം ശ്രീമാത്രേ നമഃ. തുടർന്ന് 7 മണിക്ക് പ്രമുഖ പ്രഭാഷക ഇന്ദിരക്കുട്ടി ടീച്ചറുടെ ആധ്യാത്മിക പ്രഭാഷണവും അരങ്ങേറി. പല കാര്യങ്ങളിലും അടുക്കള മുതൽ ഇങ്ങോട്ടേക്ക് സഹായിക്കുക എന്നതിലുപരി ക്ഷേത്രത്തിലുള്ള ദേവീ ചൈതന്യത്തെ അല്ലെങ്കിൽ ഭഗവാന്റെ ചൈതന്യത്തെ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ആധ്യാത്മികമായ പല കാര്യങ്ങളും ചെയ്യേണ്ട ഒരു ചുമതല കൂടി മാതൃസമിതിക്കുണ്ട്. ഒരുപോലെയുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ട് ഒരു യൂണിഫോമിറ്റി ഒക്കെ വന്ന് നമ്മള് അവിടെ ഒരു നല്ലൊരു ഭംഗിയിൽ ഇങ്ങനെ വിളങ്ങുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ആധ്യാത്മികമായിട്ട് എന്ത് കാര്യം നമുക്ക് ആ മാതൃസമിതിയുടെ കെയർ ഓഫിൽ ക്ഷേത്രത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഒരു മാതൃസമിതി ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ലക്ഷ്മണേട്ടാ. പരിപാടിയിൽ വെച്ച് വിദ്യാഭ്യാസ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കുന്ന ചടങ്ങും നടന്നു. തുടർന്ന് ശ്രീ രാജരാജേശ്വരി ക്ഷേത്ര മാതൃസമിതിയുടെ തിരുവാതിരയും മറ്റ് വിവിധ സംഘടനകളുടെ തിരുവാതിരയും കൈകൊട്ടിക്കളിയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാരാട്ടുവയൽ ശ്രീ വെങ്കട്ടരമണ ക്ഷേത്രത്തിലെ 31ാം വാർഷിക മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. തിടമ്പ് നൃത്തം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. കാരാട്ടുവയൽ ശ്രീ വെങ്കട്ടരമണ ക്ഷേത്രത്തിലെ 31ാം വാർഷിക മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി.
മഹോത്സവത്തിന്റെ ഭാഗമായി തിടമ്പ് നൃത്തം അരങ്ങേറി. നിരവധി ഭക്തജനങ്ങളാണ് തിടമ്പ് നൃത്തം ദർശിക്കുവാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് കടപ്പുറം കടപ്പുറത്ത് ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. ഊട്ടുപുര സമർപ്പണം നടന്നു. കാഞ്ഞങ്ങാട് കടപ്പുറം ശ്രീ കടപ്പുറത്ത് ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന് ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. ഊട്ടുപുര സമർപ്പണം നടന്നു. മേക്കാട്ടില്ലത്ത് കേശവ പട്ടേരി ഊട്ടുപുര സമർപ്പണം നടത്തി. പറയാനായി പ്രവർത്തനവുമായി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആ ഒരു ദിവസമായതുകൊണ്ട് ദിവസമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഈ ഭാവിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങൾക്ക് ഈ സർവേശ്വരന്മാരുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ ഊട്ടുപുരയുടെ ഉദ്ഘാടനം വഹിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. എം കുഞ്ഞമ്പാടി അധ്യക്ഷത വഹിച്ചു. പാലമംഗലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ആശംസയർപ്പിച്ച് സംസാരിച്ചു. പ്രദീപ് പുഞ്ചാവി സ്വാഗതവും ഗണേശൻ നന്ദിയും പറഞ്ഞു. നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങിൽ പങ്കെടുക്കുവാനായി എത്തിയത്. മെയ് 6-ന് ആറാട്ട് മഹോത്സവം നടക്കും. മെയ് 7-ന് രാവിലെ 11 മണിക്ക് ഗുളികൻ ദേവന് കലശം. മെയ് 21-ന് പ്രതിഷ്ഠാദിനവും നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിൽ UDF ചരിത്ര വിജയം കരസ്ഥമാക്കിയപ്പോൾ CPIM-ന് സ്വന്തമായി MLA ഇല്ലാതാകുന്നത് ചരിത്രത്തിൽ ആദ്യം. ജില്ല രൂപീകൃതമായതിനു ശേഷം ഇത് ആദ്യമായാണ് പാർട്ടിക്ക് ഇത്രയും വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നത്. കാസർഗോഡ് ജില്ലയിൽ വിവിധയിടങ്ങളിൽ UDF വിജയാഹ്ലാദത്തിനിടെ പലയിടത്തും സംഘർഷമുണ്ടായി. BJP-യുടെയും CPM-ന്റെയും പാർട്ടി ഓഫീസുകളും സ്ഥാപനങ്ങളും ആക്രമിച്ചതായാണ് പരാതി. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കുമ്പള യൂണിറ്റ് കമ്മിറ്റി കുമ്പളയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ ചരിത്ര വിജയം കുറിച്ച് റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിച്ച UDF സ്ഥാനാർത്ഥി AKM അഷ്റഫിന്റെ വിജയാഘോഷം ആവേശം നിറയ്ക്കുന്നതായി. മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച് ഉപ്പള വഴി തൂമിനാട് വരെ നീണ്ട വിജയയാത്രയിൽ 100 കണക്കിന് പ്രവർത്തകരും അനുഭാവികളും പങ്കെടുത്തു. ലക്ഷം ദീപം പ്രഭയിൽ തിളങ്ങി മടിയൻകൂലോം ക്ഷേത്ര പാലക ക്ഷേത്ര നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിനോടനുബന്ധിച്ച് നടത്തിയ ലക്ഷം ദീപം സമർപ്പണത്തിൽ പങ്കാളികളായി ആയിരങ്ങൾ. കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ സംസ്ഥാന യൂത്ത് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി ഇൻഡോർ സ്റ്റേഡിയത്തിലും ക്രൈസ്റ്റ് CMI പബ്ലിക് സ്കൂൾ സ്റ്റേഡിയത്തിലും നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.